ബംഗ്ലാദേശിൽ നിന്നുള്ള വിവരങ്ങളാണ്. ശരീഅത്ത് പിന്തുടരുന്ന തീവ്ര മതരാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി. മതേതരം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കുമെന്ന് അറ്റോർണി ജനറൽ. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ആശങ്കയിലാണ്. 90% മുസ്ലിങ്ങളുള്ള രാജ്യം മതേതരമല്ലെന്നും അറ്റോർണി ജനറൽ പറയുകയാണ്. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ആദ്യം തന്നെ ഈ 90%-ഓളം മുസ്ലിങ്ങൾ എങ്ങനെ അവിടെ ഉണ്ടായി, ബാക്കിയുള്ളവരെവിടെ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി അറ്റോർണി ജനറലിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഉയർന്നു വരികയും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ അവിടെ ഇപ്പോഴുള്ള ഹിന്ദു സമൂഹം ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളിൽ അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഭരണഘടനയിൽ നിന്ന് പോലും മതേതരം എന്ന വാക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ, ഒരു തീവ്ര മതരാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ ഇനി എന്താകും ബംഗ്ലാദേശിൻ്റെ അവസ്ഥ, ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ? ഗൗതമിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. സാങ്കേതികമായ തടസ്സങ്ങളാകണം. ഏതായാലും ബംഗ്ലാദേശിൽ നിന്നുള്ള വിവരങ്ങൾ അത്ര ആശാവഹമല്ല. അവിടെ ഹിന്ദു സമൂഹമാകെ ആശങ്കയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം, ഈ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നൊരു സാഹചര്യം പോലും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറ്റോർണി ജനറൽ തന്നെ പറയുന്ന വാക്കുകൾ ആശങ്ക ഉളവാക്കുന്നു. 90% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം എങ്ങനെയാണ് മതേതരമാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഗൗതം കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഈ മതേതരം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് പോലും ഒഴിവാക്കുമ്പോൾ ഇനി അവിടെ അവശേഷിക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകും? വീണ, ബംഗ്ലാദേശിൽ ശേഷിക്കുന്ന ഹിന്ദുക്കൾ, അതോടൊപ്പം തന്നെ ക്രൈസ്തവരടങ്ങുന്ന ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത്. നിലവിൽ ബംഗ്ലാദേശിൽ കോടതിയിൽ അറ്റോർണി ജനറൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നത്, എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ നിന്നും സെക്കുലറിസം, സോഷ്യലിസം, അതായത് മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ വാക്കുകൾ അടിയന്തരമായി തന്നെ ഒഴിവാക്കണമെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമായി ബംഗ്ലാദേശിൻ്റെ അറ്റോർണി ജനറൽ ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ഇതൊരു 91% മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യം എങ്ങനെയാണ് മതേതര സ്വഭാവം അതിൻ്റെ ഭരണഘടനയ്ക്കകത്ത് എഴുതി വയ്ക്കാൻ കഴിയുന്നത് എന്ന വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ബംഗ്ലാദേശിലെ അറ്റോർണി ജനറലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതായത് സ്വാഭാവികമായും വരുന്ന കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് നിന്ന് സെക്കുലറിസം എന്ന വാക്ക് ഒഴിവാക്കി ഒരുപക്ഷെ ഒരു തീവ്ര ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന നിലയിലേക്ക് ബംഗ്ലാദേശിനെ മാറ്റാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെട്ട് പിന്നീട് 72 അവിടെ ഭരണഘടന രൂപപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടെ സെക്കുലറിസം എന്ന പദം ഈ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് എഴുതിയിരുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പോലൊരു മതേതര നേതാവാണ് ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടിയതും പിന്നീട് ആ രാജ്യം രൂപപ്പെടുത്തുന്നതും. അങ്ങനെ ഭാരതത്തിൻ്റെ സഹായത്തോടുകൂടി ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ 1972 ആ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കകത്ത് സെക്കുലറിസം എഴുതി ചേർത്തതാണ്. എന്നാൽ പിന്നീട് നമുക്കറിയാം, ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി 1977 കാലഘട്ടത്തിൽ ഉണ്ടാവുകയും പട്ടാള മേധാവികളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക മതമായി ഇസ്ലാം എന്ന് എഴുതി ചേർക്കുകയും സെക്കുലറിസം എന്ന പദം ഈ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ നിന്നും പട്ടാള ഭരണാധികാരികൾ ഒഴിവാക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ നീക്കം നടക്കുന്നത് 2010 അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹസീനയുടെയൊക്കെ ഭരണം നടക്കുന്ന ഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ സുപ്രീം കോടതി ഈ പട്ടാള ഭരണാധികാരികൾ ചെയ്ത ഈ മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കിയതിനെ ബംഗ്ലാദേശിൻ്റെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയും തുടർന്ന് 2011 ബംഗ്ലാദേശ് ഭരണഘടനയുടെ 15ാമത്തെ അമെൻമെൻറ്റിലൂടെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് വീണ്ടും സെക്കുലറിസം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ എഴുതി ചേർത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ 15ാമത്തെ അമെൻമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി അവാമി ലീഗിൻ്റെ സ്ഥാപകനും അതോടൊപ്പം തന്നെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, ഷെയ്ഖ് ഹസീനയുടെ പിതാവ്, അങ്ങനെയുള്ള മുജീബുർ റഹ്മാനെ ബംഗ്ലാദേശിൻ്റെ ഫാദർ ഓഫ് നേഷൻ എന്ന നിലയിൽ കൂടി ഭരണഘടനയിൽ എഴുതി ചേർക്കുകയുണ്ടായി.
ഉണ്ടായി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിലവിൽ ബംഗ്ലാദേശിലെ കോടതിയിലുള്ള ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എത്രയും പെട്ടെന്ന് തന്നെ 15ാമത് അമെൻഡ്മെന്റ് റദ്ദാക്കണമെന്നും അതോടൊപ്പം ഈ ഭരണഘടനയിൽ എഴുതി ചേർത്ത സോഷ്യലിസം, സെക്യുലറിസം, അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന നിലയിലുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നൽകിയ പദവി ഇതെല്ലാം റദ്ദാക്കണം എന്നൊരാവശ്യം ഈ അറ്റോർണി ജനറലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിൽ ശേഷിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന്, ബുദ്ധമത വിശ്വാസികൾക്കൊക്കെ വലിയ ഭീഷണിയാകുന്ന, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അറ്റോർണി ജനറലിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.